ഈ വീഡിയോയിൽ ആദ്യമേ തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി സംഭവിച്ചല്ലോ. അതും ഇതേപോലെ ഒരു കാറാണ് പൊട്ടിത്തെറിച്ചത്. കോടതിയുടെ ഫ്രണ്ടിലാണ് പൊട്ടിത്തെറിച്ചത്. അതിനോടൊപ്പം ചേർന്ന് ആ വഴിയിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വല്ലാത്ത രീതിയിൽ അനുഭവപ്പെട്ടു. അപ്പോൾ എന്തായാലും അവിടെ 12 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യക്കുള്ളിൽ 10 പേരിപ്പം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഡൽഹിയിൽ നടന്ന ആ ഒരു പൊട്ടിത്തെറിയിൽ. തീർച്ചയായിട്ടും ഇനിയും ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിൽ ആൾക്കാരുണ്ട്. ഈ ടോൾ എത്രമാത്രം ഉയർന്നു പോകും എന്നുള്ളത് നമുക്കറിയില്ല. അതാണ് സാഹചര്യം. ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ നടന്ന പൊട്ടിത്തെറിക്കും പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടന്ന പൊട്ടിത്തെറിക്കും ആരും തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. പാകിസ്ഥാനാണെങ്കിൽ അവരുടെ കോർട്ടിന് മുമ്പിൽ നടന്ന ആ ഒരു പൊട്ടിത്തെറിക്ക് TTP ആണെന്ന് പറഞ്ഞിരുന്നു, അതുപോലെ അതേ തെഹ്രീക്ക് താലിബാനികളാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവരിത് ഏറ്റെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യയെ ബ്ലെയിം ചെയ്തിരുന്നു. ഇന്ത്യ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബലൂച്ചികളെയാണ്. എന്നാൽ ബലൂചിസ്ഥാനും ഇത് ഏറ്റെടുത്തിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഇന്ത്യക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ നിലവിലൊരു പുതിയ സ്റ്റോറി ഡെവലപ്പായി വരുന്നുണ്ട്. ആ സ്റ്റോറി എന്ന് പറഞ്ഞാൽ തുർക്കിയുമായിട്ട് ബന്ധമുണ്ട്. ഇന്ത്യക്കുള്ളിൽ ഡൽഹിയിൽ നടന്ന ആ ഒരു പൊട്ടിത്തെറിക്ക് തുർക്കിയുമായിട്ട് ബന്ധമുണ്ട്. ഈ പൊട്ടിത്തെറിച്ച ഉമർ എന്ന് പറഞ്ഞ ആ ഒരു ഭീകരനും അതോടൊപ്പം അവരുടെ കൂട്ടാളികളെല്ലാം കൂടി ചേർന്നിട്ട് ഈ വളരെ ലേറ്റസ്റ്റായിട്ട് തുർക്കി സന്ദർശിച്ചതായിട്ടും തുർക്കിയിൽ ജയ്ഷെ മുഹമ്മദിൻ്റെ നേതാവിനെ കണ്ട് സംസാരിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. തുർക്കിയുടെ ആർമി ഉദ്യോഗസ്ഥർ അതേപോലെ തന്നെ തുർക്കിയുടെ ആയുധങ്ങളുമായിട്ട് സഞ്ചരിച്ച ആ ഒരു കാർഗോ ഫ്ലൈറ്റാണ് പൊട്ടിത്തെറിച്ചത്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ദുരൂഹത ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ തുർക്കി അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ നടന്ന ആ ഒരു പൊട്ടിത്തെറിയിൽ തുർക്കിക്ക് പങ്കുണ്ട് എന്നുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട്. അതായത് ഈ ഭീകരന്മാർ തുർക്കിയിൽ പോയിട്ടാണ് ഈ കംപ്ലീറ്റ് ഗൂഢാലോചനയും ഈ കംപ്ലീറ്റ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇന്ത്യക്കുള്ളിലുള്ള ആൾക്കും പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നവനും ഒരു മീറ്റിംഗ് പോയിന്റ് എന്നുള്ള നിലയിൽ തുർക്കിയെ ചൂസ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ നിലവിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വൈകുന്നേരത്തെ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ച കാര്യമാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രഖ്യാപനങ്ങളൊന്നും ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വരില്ല. ഇന്ത്യ കുറച്ച് സൈലൻ്റ് ആയിട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 7 days 8 days ഒക്കെ നോക്കിയിരിക്കും. എന്നിട്ട് കൃത്യമായിട്ടുള്ള ടാർഗറ്റുകൾ ചൂസ് ചെയ്ത് ഈ ഭീകരന്മാരുടെ സ്ഥലങ്ങൾ എവിടെയാണോ, പുതിയ താവളങ്ങൾ എവിടെയാണോ, അത് പാകിസ്ഥാനിലാണെങ്കിൽ പാകിസ്ഥാനിൽ, അല്ലാന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിൻ്റെ പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിൻ്റെ പോയിന്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആക്രമണം നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ഭീകരവാദികളുടെ വീടുകളിലൊക്കെ പോയിട്ട് അവരുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട വയസ്സായ ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതിനകത്ത് വയസ്സും പ്രായവും നോക്കിയിട്ട് കാര്യമില്ല. നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. ഇതിനകത്ത് തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെടുന്ന സകലമായ ആൾക്കാരെയും പിടിച്ച് ചോദ്യം ചെയ്യേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇത് ഒരു ഭീകരൻ്റെ ഫാദറാണ്. ആ ഫാദറെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതിനൊക്കെ കാരണങ്ങളുണ്ട്, ഇതിനൊക്കെ റീസൺ ഉണ്ട്. ഈ രീതിയിലുള്ള ഭീകരവാദികളെയാണല്ലോ വീട്ടിനകത്ത് പുറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചുമരിൽ ജനലിൻ്റെ സൈഡിൽ ഏണി വെച്ച് കൊടുത്തിരിക്കുകയാണ്. ആ ഏണിയിൽ കൂടെ ഇറങ്ങി വരികയാണ്. ഈ ഇറങ്ങി വരുന്നത് മിലിറ്ററി സ്റ്റുഡൻസ് ആണ്. അതായത് പാകിസ്ഥാനിലെ മിലിറ്ററി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥികളാണ് ഇതിലൂടെ ഇറങ്ങി വരുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ TTPയിലെ തെഹ്രീക്ക് താലിബാനികൾ അവർ ഇസ്ലാമാബാദിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന ഒരു സ്ഥലമാണ് ഔൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ സ്ഥലത്ത് ഒരു മിലിറ്ററി സ്കൂളുണ്ട്. ആ മിലിറ്ററി സ്കൂളിനകത്ത് ഇവർ കടന്നു കയറി. മിലിറ്ററി സ്കൂളിനകത്ത് തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. ആ രീതിയിൽ ഇവർ കടന്നു കയറി അവിടുത്തെ ആൾക്കാരെ ആക്രമിച്ചെന്നോ ബോംബിട്ടെന്നോ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. പക്ഷേ വാർത്തകളൊന്നും പൂർണ്ണമായിട്ട് പുറത്തു വരുന്നില്ല. പക്ഷേ ഇതേപോലെ ചെറിയ 1-2 ക്ലിപ്പുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ സ്കൂളിലേക്ക് തെഹ്രീക്ക് താലിബാനികൾ കടന്നു കയറുന്നതും അവിടെ വെടിവെക്കുന്ന വെടിയൊച്ചകളും അതിനെ തുടർന്ന് എത്ര പേര് മരണപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. ആർമിയുടെ സെലക്ഷൻ കിട്ടി, അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് സെഷന് വേണ്ടിയിട്ട് പോയി സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. നമുക്ക് SAP ക്യാമ്പ്, ട്രിവാൻഡ്രത്ത് SAP ക്യാമ്പ് ഉണ്ടല്ലോ പേരൂർക്കടയിൽ. അപ്പോൾ അതേപോലത്തെ ബറ്റാലിയൻസ് ക്യാമ്പാണിത്. ആ ക്യാമ്പിനുള്ളിലാണ് കയറി അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അവരെ രക്ഷപ്പെടുത്തുന്ന ഈ ഒരു റെസ്ക്യൂ മിഷനാണ് നിങ്ങൾ കാണുന്നത്. റെസ്ക്യൂ മിഷൻ കണ്ടില്ലേ, ഇത്ര മനോഹരമായ റെസ്ക്യൂ മിഷൻ. ഏണിയെടുത്ത് ജനലിന്റെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതാണ് പാകിസ്ഥാനിലെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള റെസ്ക്യൂ മിഷൻ. പിന്നെ ഈ കോർട്ടിന് മുമ്പിൽ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ ആൾക്കാരുടെ കുടുംബാംഗങ്ങളെ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ട് എല്ലാവരുടെ ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഫണ്ടിങ്, സഹായം, ഹെൽപ്പ് ചെയ്യാണ്. അതോടൊപ്പം ഫ്രൂട്ട്സ്, ബ്രെഡ്, ഓറഞ്ച് ആശുപത്രി കിടക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ട് പറയുകയാണ്, വീട്ടിൽ ഒരാൾ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ സംഘടനയിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഞാൻ പറഞ്ഞത് ഈ ലഷ്കറിന്റെ നേതാവാണ് ഈ പോയി സന്ദർശിക്കുന്നത് കേട്ടോ. ഈ ലഷ്കറിന്റെ നേതാവാണ് പാകിസ്ഥാൻ കോടതിയിൽ മുന്നിൽ വെച്ചിട്ടുണ്ടായ ഒരു പൊട്ടിത്തെറിയിൽ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആൾക്കാരെ സന്ദർശിച്ചിരിക്കുന്നത്. ഞാൻ തിരുത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ തന്നെയാണ് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അതിലെനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പൊ പ്രധാനമായിട്ടും പാകിസ്ഥാൻ ഈ ഒരു പൊട്ടിത്തെറി ബലൂചിസ്ഥാനികളാണ് നടത്തിയത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ISI സപ്പോർട്ട് ചെയ്യുന്നത് ഈ ലഷ്കർ ടീമുകളെയാണ് ബലൂചിസ്ഥാനികളെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ അതുകൊണ്ട്
ഈ ലഷ്കറിന്റെ മീതെ ഒരു ആക്രമണം ഇവർ ടാർഗറ്റ് ചെയ്തതാവാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇതിനെ കെട്ടിച്ചമയ്ക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു രീതിയിലുള്ള ക്ലെയിമും ബലൂചിസ്ഥാൻ ഏറ്റെടുത്തിട്ടില്ല. ബലൂചിസ്ഥാൻ ആർമി നോർമലി ക്ലെയിം ഏറ്റെടുക്കുന്നതാണ്, പക്ഷേ ഈ വിഷയത്തിൽ അവർ ഏറ്റെടുത്തിട്ടില്ല ഇതുവരെ. അടുത്തത് ഞാനിവിടെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, ഇത് ബ്രസീലിലാണ് നടക്കുന്നത്. ബ്രസീലിൽ COP30, ഈ കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഗ്ലോബൽ സമ്മിറ്റാണ്. ഈ സമ്മിറ്റിൽ ഡെലിഗേറ്റ് ആയിട്ട് ഈ COP റെപ്രസെന്റേറ്റീവ്സ് ആണ് വന്ന് പങ്കെടുക്കുന്നത്. അങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് ബ്രസീലിന്റെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർ ശരിക്കും ഒരു പ്രതിഷേധം എന്തിനാണെന്ന് പറഞ്ഞാൽ, നീ ആമസോൺ റീജിയനിൽ കിടക്കുന്ന കാടുകൾ മൊത്തം വെട്ടി നശിപ്പിച്ച് അവിടെയൊക്കെ റോഡും പത്രാസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്, അതായത് വനനശീകരണം നടത്തിയിട്ട് ഇപ്പം നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? COP30 അങ്ങനെ ഒരു സംഭവമേ വേണ്ട. അത് ബ്രസീലിന് അർഹതപ്പെടുന്നില്ല, ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനുള്ള ആ ഒരു ലീഡർഷിപ്പ് അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഭരണകക്ഷിക്കെതിരെയുള്ള ആ ഒരു പ്രതിഷേധമാണ് ആ രാജ്യത്തെ ജനങ്ങൾ കാണിച്ചത്. പക്ഷെ അതേസമയം ഈ ഫോറിൻ ഡെലിഗേറ്റ്സിനും കൂടി അവിടെ പരിക്കേറ്റിട്ടുണ്ട്. ഇത് ശരിക്കും യുണൈറ്റഡ് നേഷൻസ് ആണ് ഇതിന്റെ കോർഡിനേറ്റർ. യുണൈറ്റഡ് നേഷൻസ് ഈ സംഭവത്തിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇനിയൊരു COP സബ്മിറ്റ് ഒരു പക്ഷേ ബ്രസീലിന് കിട്ടിയെന്ന് വരില്ല. ഈ സബ്മിറ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള ഫണ്ടിങ് കിട്ടും. കാരണം ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യണമല്ലോ, ഈ കോർഡിനേറ്റ് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യത്ത് ഏതെങ്കിലും ഒരു സബ്മിറ്റ് നടക്കുന്നെങ്കിൽ ആ രാജ്യത്തെ ട്രാൻസ്പോർട്ടേഷൻ ബൂമിങ് ആകുകയാണ്, ചെറിയ തോതിൽ ടൂറിസം വർദ്ധിപ്പിക്കുകയാണ്. കാരണം അന്യരാജ്യത്തുള്ള ആൾക്കാർ വരികയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ റവന്യൂ ജനറേഷൻ പരിപാടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് ഇനിയിപ്പം ബ്രസീലിന് നഷ്ടപ്പെടുകയാണ് എന്നേക്കുമായിട്ട്. ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ആനുവൽ സമ്മിറ്റ് ഇനി ബ്രസീലിന് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആ രീതിയിൽ മാരകമായ അടിയാണ് അവിടെ ഉണ്ടായത്. മുംബൈയിൽ ഇന്നൊരു അറസ്റ്റ്. ഈ ഒരു തീവ്രവാദി എന്ന് പറഞ്ഞാൽ മരുന്ന് കച്ചവടം നടത്തുന്ന ഒരു തീവ്രവാദി, ഭീകരനാണ്. ഇവൻ കുറേ നാളുകൊണ്ടേ സൗദി അറേബ്യയിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് ഇവൻ ഫിസിക്കലി അവിടെ സ്റ്റഫ് ഇറക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന് സൗദി അറേബ്യ സേഫാണ്. അപ്പോൾ അവിടെ ഇവൻ സേഫായിട്ട് താമസിച്ചുകൊണ്ട് ഇവൻ ആഗോളതലത്തിൽ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവന്റെ പേര് മുഹമ്മദ് അഷ്റഫ് എന്നാണ്. അവിടെയും മുഹമ്മദ് അഷ്റഫ്. ഇവനെ വളരെ തന്ത്രപൂർവ്വം ഇന്ത്യ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട്. അവനെയാണ് കൊണ്ടുപോകുന്നത്. ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഈ മരുന്ന് മാഫിയകൾക്കും നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. ഇത് രണ്ടും ഒരമ്മ പെറ്റ മക്കളാണ്, മനസ്സിലായി? അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതും അതും കൂടി ചേരുമ്പോഴാണ് ഈ ഒരു കോമ്പിനേഷൻ രൂപപ്പെടുക. ആ രീതിയിൽ മാരകമായ ഒരു തീവ്രവാദി തന്നെ പറയേണ്ടി വരും. ആ രീതിയിലുള്ള ഒരു തീവ്രവാദി തന്നെയാണ് ഈ മുഹമ്മദ് അഷ്റഫ്. അവനെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇനി അവൻ പുറംലോകം കാണില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ചൈനയിൽ ഒരു മാരക സംഭവം, അത് ഷിങ്ജിയാങ് എന്ന് പറഞ്ഞ ആ പ്രൊവിൻസിൽ ചൈന 780 മീറ്റർ ഉയരത്തിൽ ഒരു ഡാം പണിതിട്ടുണ്ടായിരുന്നു. ആ ഡാം പണിത് 1 മാസം ആയതേ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് 1 മന്ത്. ഉദ്ഘാടനം ചെയ്ത് 1 മന്ത് ആയതേ ഉള്ളൂ. ആ ഡാം ചാടപടാന്നങ്ങ് പൊട്ടി തെറിച്ചങ്ങ് വീണിരിക്കുകയാണ്. നിപ്പിലങ്ങ് പൊട്ടി തറ പറ്റി അങ്ങ് പോയിരിക്കുകയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്, ശരിക്കും ആരാണോ കൺസ്ട്രക്ഷൻ മേഖലയിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരുന്നത് അവർ നല്ല രീതിയിൽ ഫുഡ് അടിച്ചിട്ടുണ്ട്, അത് മാത്രം മനസ്സിലാകുന്നുണ്ട്. കാരണം അത് ഫുഡ് അടിച്ചതുകൊണ്ടാണ് ഈ രീതിയിൽ പൊട്ടി വീഴുന്നത്. അപ്പം ലോകമെമ്പാടും ഈ പരിപാടി ഉണ്ട്, ഈ തരികിട പരിപാടി. എന്തെങ്കിലുമൊക്കെ പണിയാൻ വേണ്ടിയിട്ട് റോഡോ പാലാരിവട്ടം പാലോ അല്ലെങ്കിൽ റോഡോ ഡാമോ എന്തെങ്കിലും പണിയാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഫുഡടിക്കുന്ന ടീമുകൾ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡടിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഡാം പൊട്ടി വീണിരിക്കുന്നത്. ഇനി ട്രംപിൻ്റെ ഒരു കാര്യമാണ്. ട്രംപ് H1B വിസയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാരക സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രംപ് H1B വിസയെ എതിർത്തുകൊണ്ട് സംസാരിച്ചിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അതേ സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് ട്രംപ് മാറി വരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപിൻ്റെ സ്വരത്തിലൊരു മാറ്റം, ട്രംപിൻ്റെ ഭാഷയിലൊരു മയപ്പെടുത്തൽ, ഇന്ത്യ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ശത്രുതാ മനോഭാവം മാറിയിട്ട് ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്ലി മോഡിൽ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് നമുക്കറിയത്തില്ല. ഞാനിതിനെ 2 സിറ്റുവേഷനായിട്ടാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് അവസാനം ഞാൻ വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾക്ക് കാണിക്കാം. ട്രംപ് ഫോക്സ് ന്യൂസിനാണ് ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തത്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രമാണ് എടുക്കുന്നത്. കാരണം ഒരുപാട് എടുത്ത് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. രണ്ടായിട്ട് ഞാൻ കാണാനുള്ള കാരണം, ഇന്ത്യയുമായിട്ട് കുറച്ച് മയപ്പെട്ട നിലയിലുള്ള സംസാരം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒന്ന് ബൾഗേറിയ, റൊമേനിയ, 2 രാജ്യങ്ങൾ. റഷ്യൻ ഓയിൽ ട്രംപ് തന്നെയാണ് ഇന്ത്യ നിർത്തി എന്നൊക്കെ അവകാശപ്പെടുന്നത്. ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒരു കമന്റും പാസ്സാക്കിയിട്ടില്ല. ഇന്ത്യ വേറെ മറ്റു മാർഗങ്ങളിലൂടെ റഷ്യൻ എണ്ണ വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള മറ്റു പല ഓയിൽ കമ്പനികളും ഇത് പർച്ചേസിംഗ് നടത്തുന്നുണ്ട്. ഇന്ത്യ ഇതിനെ ചൊല്ലി നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ പ്രതികരിക്കുന്നില്ല. ഇന്ത്യ ഇപ്പോഴും സൈലന്റ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ട്രംപ് തന്നെയാണ് ഇന്ത്യയുടെ റഷ്യൻ ഓയിലിനെ കുറിച്ച് സംസാരിക്കുന്നത്. ട്രംപ് തന്നെയാണ് ഇന്ത്യ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞത്. ട്രംപ് തന്നെയാണ് ഇന്ത്യ നിർത്തുന്നു എന്ന് പറയുന്നത്. എല്ലാം ട്രംപ് തന്നെയാണ് പറയുന്നത്. അപ്പം ഈ സാഹചര്യത്തിൽ ട്രംപ് റഷ്യയുടെ 2 സ്ഥാപനങ്ങൾക്ക് മേളിൽ, ലൂക്കോയിൽ, റോസ്നെഫ്റ്റ് എന്ന് പറഞ്ഞ 2 സ്ഥാപനങ്ങൾക്ക് മേളിൽ സാങ്ഷൻസ് ഏർപ്പാടാക്കി. ഈ സാങ്ഷൻസ് ഏർപ്പാടാക്കിയ ഉടനെ യൂറോപ്പ് മൊത്തത്തിൽ ഇത് നിർത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ യൂറോപ്പിനെ കൊണ്ട് നിർത്താൻ കഴിയുന്നില്ല. ഇപ്പം ഹംഗറി ഒരു വിധത്തിൽ പോയിട്ട് ട്രംപിന്റെ കാലൊക്കെ പിടിച്ച് അയാൾ ഒരു 6 മാസം 1 ഇയർ 6 months to 1 year എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ലൂക്കോയിലിന്റെ എണ്ണ അവർ വാങ്ങിക്കുന്നുണ്ട്. അതേപോലെ 6 മാസത്തെ ഇളവ് ജർമ്മനിക്ക് റോസ്നെഫ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് എണ്ണ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇളവ് ട്രംപ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജർമ്മനിയുടെ പാർട്ട് ക്ലിയറായി, ഹംഗറിയുടെ പാർട്ട്.
ഇപ്പോൾ ഇതിനകത്ത് ബൾഗേറിയയും റൊമേനിയയുമാണ് ഇപ്പം നിലവിലെ പ്രശ്നക്കാർ. ഈ രണ്ട് രാജ്യങ്ങൾക്കും ട്രംപ് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ബൾഗേറിയയ്ക്ക് കൊടുത്ത ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപദേശം കൊടുത്തത്. പക്ഷേ ഈ ലൂക്കോയിൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനത്തിന്റെ ഷെയർ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം അതിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ സാഹചര്യത്തിൽ ബൾഗേറിയയും റൊമേനിയയും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് നവംബർ 22 തീയതി വരെ മാത്രമാണ് ഗ്യാസോലിൻ സ്റ്റോക്ക് ഉള്ളത്. അത് അവരുടെ കയ്യിൽ എണ്ണ ഉള്ളത് 22 തീയതി വരെയാണ്. യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരു മാസത്തെ ആ ഒരു സ്റ്റോക്ക് കീപ്പ് ചെയ്യാറുണ്ട്. വൺ മന്ത് സ്റ്റോക്ക് അഡ്വാൻസ് ആയിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നവംബർ 22 തീയതി വരെ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അപ്പം നവംബർ 22 കഴിഞ്ഞാൽ ഞങ്ങൾ അമേരിക്കൻ സാങ്ഷനെ മറികടന്നുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് റൂൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ റഷ്യൻ എണ്ണ അമേരിക്കൻ സാങ്ഷനെ മറികടന്നുകൊണ്ട് ഈ ലൂക്കോയിൽ നിന്നും റോസ്നെഫ്റ്റിൽ നിന്നൊക്കെ ഈ റൊമേനിയയും ബൾഗേറിയയും എണ്ണ വാങ്ങിച്ചു കഴിഞ്ഞാൽ ട്രംപ് എന്ത് നടപടിയെടുക്കും? ഇവർക്ക് ഊർവിലക്ക് കൽപ്പിക്കുമോ? ഈ രണ്ട് രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുമോ? മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഒരു രീതിയിലുള്ള സഹകരണങ്ങളും പാടില്ല എന്ന് പറയുമോ? എന്താണ് ചെയ്യാൻ പോകുന്നത്? നത്തിങ് ക്യാൻ ഡു. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ചെറിയ രാജ്യങ്ങളാണ്. ഇന്ത്യയെ പോലെയോ ചൈനയെ പോലെയോ വലിയ GDP ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളൊന്നുമല്ല. പക്ഷേ ഈ രണ്ട് ചെറിയ രാജ്യങ്ങൾ ട്രംപിനെ വെല്ലുവിളിക്കുകയാണ്. ഇത് നമ്പർ 1. ഇനി ഇന്ത്യയുടെ അടുത്ത് കൂടുതൽ അങ്ങ് വാലാട്ടിക്കൊണ്ട് റഷ്യൻ ഓയിൽ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇതിന് മുമ്പ് തന്നെ എണ്ണി മറുപടി കൊടുക്കുന്ന ആളാണ്. ഇനിയിപ്പോൾ റൊമേനിയ, ബൾഗേറിയ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ വിഷയം കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞ് തന്നെ മറുപടി പറയും. ട്രംപ് കൂടുതൽ എക്സ്പോസ്ഡ് ആവും എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഒരു പ്രത്യേക രീതിയിൽ നോക്കി കാണുന്നു, ഇന്ത്യയുടെ അടുത്ത് ഒരു പാർഷ്യാലിറ്റിയോടുകൂടി പെരുമാറുന്നു, ഇതൊരു ഹിപ്പോക്രസിയാണ് എന്നുള്ള രീതിയിലുള്ള നിലപാടുകളൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ മനസ്സിലാകുന്ന സാഹചര്യമാണ്. ഈ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി കൂടുതൽ മൽപ്പിടുത്തം പിടിക്കേണ്ട എന്ന് ട്രംപ് തീരുമാനിച്ചിട്ടുണ്ടാവാം. നമ്പർ 1. H1B വിസയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം. H1B വിസയുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പറയുന്നത് അമേരിക്കയുടെ ഉള്ളിൽ ടാലന്റ് ഇല്ല, അമേരിക്കയുടെ ഉള്ളിലുള്ള യങ്സ്റ്റേഴ്സിന് ടാലന്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. ആ ലേഡി എടുത്ത് ഒന്നുകൂടെ ചോദിക്കുകയാണ്. ആരാണ്? ഫോക്സ് ന്യൂസിലെ ഇന്റർവ്യൂവർ ചോദിക്കുകയാണ്. അതായത് അമേരിക്കയുടെ ഉള്ളിൽ ടാലന്റ് ഇല്ല എന്നുള്ളതാണോ നിങ്ങൾ പറയുന്നത്? പക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് H1B വിസ നിരോധിക്കുന്ന സമയത്ത് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ട്രംപ് അതിനൊരു മറുപടി കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 500ഓളം ഇല്ലീഗൽ എമിഗ്രന്റുകളെ പിടിച്ച് പുറത്താക്കിയായിരുന്നു. അത് സൗത്ത് കൊറിയയുടെ വിഷയമാണ് ഇവിടെ എടുത്തുകൊണ്ട് വരുന്നത്. ഈ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അമേരിക്കൻ യങ്സ്റ്റേഴ്സിന് ടാലന്റ് ഇല്ലാത്ത ആൾക്കാരാണെന്ന് ട്രംപ് ഒരു പ്രസിഡന്റ് പറയുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ടാവാം പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഞാനൊരു 500ഓളം, അതായത് ഒരു 400-500ഓളം ഇല്ലീഗൽ എമിഗ്രന്റുകളെ പിടിച്ച് ഹുണ്ടായി എന്ന് പറഞ്ഞ ആ കമ്പനിയിൽ നിന്നും പിടിച്ചിട്ടാണ് ഡീപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അവരിവിടെ എന്ത് പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അവർ ബാറ്ററി മാനുഫാക്ചറിംഗ് ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ബാറ്ററി മാനുഫാക്ചറിംഗ് ഇറ്റ്സ് നോട്ട് എ ഈസി ജോബ്. അത് വളരെ റിസ്ക് ഉള്ളൊരു ജോലിയാണ്. അതേപോലെ ടെക്നോളജിക്കലി നിങ്ങൾക്ക് അതിൻ്റെ നോളജ് വേണം. അത് ഈസി ആയിട്ടുള്ള വർക്കല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു ഫാക്ടറി നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഈ ടെക്നോളജിയൊക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് ഇതെല്ലാം തന്നെ അമേരിക്കയിലുള്ള ജോലിക്കാരും യുവാക്കളും അവിടെ പണിയെടുത്തുകൊണ്ട് ആ ടെക്നോളജി പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് അതിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനിപ്പോൾ ആരാണ് ഇപ്പോൾ ഈ ഒരു ബാറ്ററി കമ്പനിയിൽ ആരാണ് ഇപ്പോൾ പണിയെടുക്കാൻ പോകുന്നത്? അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യമാണ് ട്രംപ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉത്തരത്തിൽ നിന്നും ട്രംപിന് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം അതായത് താരിഫ് ഇട്ടതുകൊണ്ട് എല്ലാ കമ്പനികളും അമേരിക്കയുടെ ഉള്ളിൽ വന്ന് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമെന്നാണ് വിചാരിച്ചത് ട്രംപ്. പക്ഷേ അതേസമയം വലിയ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ അത്ര എളുപ്പമല്ല അമേരിക്കയുടെ ഉള്ളിൽ പോയിട്ട് ഡോളർ ബേസ്ഡ് എക്കോണമിയിൽ പോയിട്ട് കമ്പനി ഉടനെ തന്നെ അങ്ങ് ഫോം ചെയ്ത് അവിടുത്തെ H1B വിസയും ലിമിറ്റേഷൻ ചെയ്ത് വെച്ചിട്ട് പുറത്തുനിന്ന് എംപ്ലോയീസിനെയും കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിൽ, അതായത് കുറഞ്ഞ ശമ്പളത്തിന് കുറഞ്ഞ വേതനത്തിന് ആൾക്കാരെ കിട്ടാത്ത അവസ്ഥയിൽ ഉള്ളിൽ നിന്ന് തന്നെ ആൾക്കാരെ ഹയർ ചെയ്ത് അവർക്ക് ഹൈ പേ ചെക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുകയാണ്. ഇത് സാധ്യമല്ല എന്നുള്ളത് ട്രംപ് ഇപ്പോൾ തിരിച്ചറിയാണ്. ഈ സൗത്ത് കൊറിയയുടെ ബാറ്ററി മാനുഫാക്ചറിംഗ് ഹ്യുണ്ടായി കമ്പനിയുടെ ബാറ്ററി മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ട്രംപ് പറയുന്നത് യെസ് നമുക്ക് H1B വിസയിൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നിട്ട് പർട്ടിക്കുലർ ടാലന്റ് ഉള്ള ആൾക്കാരെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് H1B വിസയിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഈ രണ്ട് വിഷയം വളരെ ക്ലിയർ ആണ്. There's never going to be a country like what we have right now. The Republicans have to talk about it. And does that mean the H-1B visa thing will not be a big priority for your administration? Because if you want to raise wages for American workers, you can't flood the country with tens of thousands or hundreds of thousands of foreign workers. You also do have to bring in talent. We have plenty of talented people here. No, you don't. We don't have talented people here. No, you don't have certain talents, and people have to learn. You can't take people off an unemployment line and say, I'm going to put you into a factory where we're going to make missiles, or I'm going to put you... How did we ever do it before? Well, I'll give you an example. In Georgia, they raided because they wanted illegal immigrants out. They had people from South Korea.
that made Hyundai. batteries all their lives. You know, making batteries are very complicated. It's not an easy thing and very dangerous. A lot of explosions, a lot of problems. They had like 500 or 600 people, early stages, to make batteries and to teach people how to do it. Well, they wanted them to get out of the country. You're going to need that, Laura. I mean, I know you and I disagree on this. You can't just say a country's coming in, going to invest $10 billion to build a plant, and going to take people off an unemployment line who haven't worked in 5 years, and they're going to start making missiles. It doesn't work that way. ഇനി ട്രംപിന്റെ ഇന്ത്യയോടുള്ള ഒരു മനോഭാവത്തിലുണ്ടായ മാറ്റത്തിന്റെ അടുത്തൊരു ഘട്ടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറിൽ വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുകയാണ്. ഇന്ത്യ റഷ്യ ബന്ധം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല, അത് വളരെ ശക്തമായ കൂട്ടുകെട്ടാണ്. അമേരിക്ക വന്നെന്ന് പറഞ്ഞാലും ചൈന ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ഒരു രീതിയിലുള്ള വിള്ളലും വരാൻ പോകുന്നില്ല. അതുപോലെ ഇന്ത്യ മറ്റുള്ള അമേരിക്കൻ അലയായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലുമാണ്. ഫോർ എക്സാമ്പിൾ ഇസ്രായേൽ ആയിക്കോട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, പല രാജ്യങ്ങളുമായിട്ടും, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ വളരെ നല്ല ബന്ധത്തിലാണ്. അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, വ്യാപാരവും നടക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ആരും കേൾക്കുന്നില്ല. യൂറോപ്യൻ യൂണിയൻ വരെ ഇന്ത്യയെ മാറ്റി നിർത്താൻ തയ്യാറായില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ട്രംപ്, ഞാൻ ഇനി കൂടുതൽ മസിൽ പിടിച്ച് ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. ജാവലിൻ മിസൈൽ, ഇതേപോലെ കാർഗോ എയർക്രാഫ്റ്റുകൾ, ഇന്ത്യ ഒരുപാട് സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് ഇന്ത്യയുമായിട്ട്. അപ്പം അതുപോലെ സ്പെയർ പാർട്സുകൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നല്ലൊരു ബന്ധം, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ട്രേഡ് നടക്കുന്ന ഒരു ബന്ധം, ഏറ്റവും പർച്ചേസിങ് പവറുള്ള ഒരു രാജ്യം. അപ്പോൾ ആ രാജ്യത്തിന് ഞാൻ എന്തിനാണ് ഇപ്പോൾ പിണക്കി നിർത്തുന്നത്? ഞാൻ പിണക്കി നിർത്തി കഴിഞ്ഞാൽ കിട്ടാനുള്ള വരുമാനം കൂടി റഷ്യ അടിച്ചെടുത്തുകൊണ്ട് പോകും എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ട്രംപ് എത്തിയിട്ടുണ്ട് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നതോടുകൂടി ഇന്ത്യ ഒരുപാട് എഗ്രിമെന്റുകൾ സൈൻ ചെയ്യും. ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മെജോറിറ്റി ഡീലുകൾ ഫൈറ്റർ ജെറ്റ് മാനുഫാക്ചറിങ്, എഞ്ചിൻ മാനുഫാക്ചറുമായിട്ട് ബന്ധപ്പെട്ട പല ഡീലുകളും ഇന്ത്യ സൈൻ ചെയ്യാനാണ് തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്ക കുറച്ച് മയപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഛേദമില്ലാത്ത രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വലി ഒരു ഡീലിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ റഷ്യയുമായിട്ട് കൂടുതൽ ഡീപ്പായിട്ട് ഒരു ഡിഫൻസ് ഡീലുമായിട്ട് പോകുന്നതിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമോ എന്ന് അമേരിക്ക ശ്രമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് റഷ്യയുമായിട്ട് എല്ലാ കാര്യത്തിലും ഒരു ധാരണ ഉണ്ടാക്കി പല ഡീലുകളും സൈൻ ചെയ്ത് മുന്നോട്ട് പോകണ്ട, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം, ഞാൻ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കാണിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇപ്പൊ ട്രംപിന്റെ ഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മെസ്സേജ് അതാണ്. അതായത് റഷ്യ നിങ്ങൾ ഒരുപാട് അടുപ്പിക്കേണ്ട, നിങ്ങൾ തമ്മിൽ ഫ്രണ്ടാണ്, ഓക്കെ, പക്ഷേ കുറച്ച് ലിമിറ്റേഷൻസ് ആവാം, കുറേ സാധനങ്ങൾ ഞാനും കൂടെ തരാം. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താം. നിങ്ങൾ വരൂ, നമുക്ക് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഘട്ട ചർച്ചകളിലേക്ക് പോവാം. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഏതാണ്ട് 2030 $500 ബില്യൺ വർത്ത് വരുന്ന ട്രേഡൊക്കെ ആണല്ലോ നമ്മൾ പ്രപ്പോസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുമായിട്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചർച്ചകൾ നടത്താമെന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിവേ, ലെറ്റ് us see, hope for the best. ഈ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പേടിച്ചിട്ട് അവരുടെ ട്രൂപ്പിനെ മൊത്തം ബോർഡറിന്റെ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിന്റെ ആ ഒരു വീഡിയോ ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അവർ വളരെ കരുതി കൂട്ടിയാണ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ അവർക്ക് പേടിയുണ്ട്. ഇന്ത്യ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ 2.0 സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതിൽ അവർക്ക് യാതൊരു ഡൗട്ടും ഇല്ല. ഇന്ത്യ അത് ചെയ്യും, പക്ഷെ അത് ഇന്ന ഡേറ്റ് ഒന്നുമില്ല. ഇന്ത്യ കുറച്ച് ടൈം എടുക്കും. ആ ടൈം എടുത്തിട്ട് സർപ്രൈസ് ആയിട്ട് അവർക്ക് കൊടുക്കേണ്ട മറുപടി കൃത്യമായിട്ട് കൊടുത്തിരിക്കും. ഡൽഹിയിൽ നടന്ന ഒരു പൊട്ടിത്തെറി സംഭവമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ക്യാബിനറ്റ് മീറ്റിംഗ് ഇന്ന് വൈകുന്നേരമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.